സഹോദരന്മാർക്ക് വരാം. ഇന്ന് നമുക്ക് കിട്ടിയ പുതിയ ബോധ്യങ്ങൾ എന്തെല്ലാമാണ്? ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. എന്തിന് സൃഷ്ടിച്ചു? ഇതെല്ലാം നമ്മൾ കേട്ടില്ലേ? എല്ലാവരും കേട്ടേക്കണം. ഇന്ന് കേട്ടപ്പോൾ എന്തെങ്കിലും പുതിയ ആശയം കിട്ടിയോ? ആർക്കും ഒരാശയം കിട്ടിയില്ല. കിട്ടിയോ? നീ വായോ, ഇവിടെ വന്ന് പറയും. അതാ പറഞ്ഞത്, സക്കറിയാക്കി പറ്റിയമായി മൗനമാണെല്ലാവരും. ഓക്കെ, എന്നാൽ നിങ്ങളവിടെ ഇരിക്കും. നമുക്ക് ക്ലാസ് തുടരാം. നമ്മൾ ഇന്ന് മാമോദീസായിലൂടെ ആ നഷ്ടപ്പെട്ടു പോയ ദൈവ സ്വഭാവം വീണ്ടെടുക്കപ്പെട്ടു എന്നുള്ളതാണ്. അതോടൊപ്പം മാമോദീസയാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാന കൂദാശ. മാമോദീസയാണ് നമ്മൾ മറ്റു കൂദാശകളിലേക്കുള്ള കവാടം എന്നാണ് കാറ്റഗിസം. മാമോദീസയെ കുറിച്ച് കാറ്റഗിസത്തിൽ മനോഹരമായ ചില പ്രബോധനങ്ങളുണ്ട്. അതൊന്ന് നമുക്ക് പങ്കുവച്ചിട്ട് മുന്നോട്ട് നീങ്ങാം. നമ്മൾ മാമോദീസ ആഘോഷിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും നമ്മുടെ ആഘോഷങ്ങൾ ബാഹ്യമായ ചില ചടങ്ങുകളിൽ കുടുങ്ങിപ്പോകുന്നു. ഞാനിപ്പോൾ പറയുമ്പോൾ നിങ്ങൾ വിമർശിക്കുകയല്ല, പക്ഷേ നമ്മൾ അതിൽ വളരെയധികം മാറ്റം വരുത്തേണ്ട ആവശ്യമുണ്ട്. ഒരു ജ്ഞാനായ സഹോദരി എന്നോട് പറഞ്ഞ കാര്യം ഞാൻ പറയാം. മനസ്സിലായി? ആ കുടുംബത്തിന് വേണ്ടി ഞാൻ വളരെയധികം പ്രാർത്ഥിക്കുന്നു. നിരവധി പ്രശ്നങ്ങളിലൂടെ അവർ കടന്നുപോയി. അങ്ങനെ അവരോരോരുത്തരുമായിട്ട് ഞാൻ സംസാരിച്ച് അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചപ്പോൾ അവൾ പറഞ്ഞതാണ്, ഇനി മേലിൽ നാട്ടിൽ പോണ പ്രശ്നമില്ല. അതെന്ത് പറ്റി? എൻ്റെ ആദ്യത്തെ കുഞ്ഞിനെ പ്രസവിച്ചപ്പോൾ പറഞ്ഞു നാട്ടിൽ മാമോദീസ നടത്താം, ആഘോഷമായിട്ട് നടത്താമെന്ന് പറഞ്ഞ് രണ്ടാമത് ഗർഭിണി. എന്നാൽ അതും കൂടിയായിട്ട് ഒരുമിച്ച് രണ്ടുപേർ കൂടി മാമോദീസ നടത്താമെന്ന് പറഞ്ഞ് മൂന്നാമത്തെയും ഗർഭിണിയായി. അങ്ങനെ എന്നാൽ 3 പേർക്കും ഒപ്പം മാമോദീസ നടത്താം പറഞ്ഞു. അങ്ങനെ വളരെ ആഘോഷമായിട്ട് നാടടക്കം വിളിച്ച് സകല ബന്ധുക്കളെയും വിളിച്ച് 3 മാമോദീസായി ഒപ്പം നടത്താൻ ഞങ്ങൾ അമേരിക്കയിൽ നിന്ന് നാട്ടിലോട്ട് വന്നപ്പോൾ തന്നെ ഒരു വലിയ പെട്ടി പാറും ലിക്കറും കൊണ്ടുവന്നിട്ടുണ്ടായി. എന്നിട്ട് അവർ പറയുകയാണ്, എൻ്റെ ബ്രദറെ, വൈകുന്നേരമായപ്പോഴേക്കും എല്ലാവരും തലകീഴ്ക്കലായി. ആരോട് എന്ത് പറയണമെന്നുള്ളതിന് ആർക്കും ഒരു തെക്കില്ല. അവസാനം അടിയായി, ബഹളമായി. അങ്ങനെ അന്ന് രാത്രി അവിടെ ചോരക്കുളമായി. എല്ലാവരും പിരിഞ്ഞു പോയി. അതിൽ പിന്നെ ഞങ്ങൾ പലരും കണ്ടിട്ടില്ല. എനിക്ക് ഇനി അങ്ങ് പോകണമെന്നേ ഇല്ല. ഇതാണ് ഒരു മാമോദീസ. മനസ്സിലാണല്ലോ? നമ്മൾ ഈ അടിസ്ഥാനപരമായിട്ട് ഇതിനെന്തെങ്കിലും പരിഹാരമാക്കണം. അല്ലാതെ നമ്മളുടെ വിശ്വാസം വളരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് നമ്മളെല്ലാവരും ഇതൊക്കെ പറയുമെങ്കിലും
മാമോദീസയ്ക്ക് വിളിക്കുമ്പോൾ, കല്യാണത്തിന് വിളിക്കുമ്പോൾ ചേട്ടന്മാർ ചോദിക്കും, എന്ത് ബ്രാൻഡാ, എന്ത് ബ്രാൻഡാണ് നിങ്ങൾ ഉദ്ദേശിക്കണേ? ജോണി വാക്കറോ, നാടനോ, ആറിനോ, എന്ത് ബ്രാൻഡ്, ഇതൊക്കെയാണ്, എവിടെയാണ്? ഇതെല്ലാമാണ് നമ്മളുടെ ചർച്ച. എന്നിട്ട് ആണുങ്ങളൊക്കെ ആ മുറിയിലേക്ക് പോയിക്കോട്ടോ, അവിടെ പെണ്ണുങ്ങളൊക്കെ ഈ മുറിയിലേക്ക് പോയിക്കോ. എനിക്കറിഞ്ഞൂടാ നിങ്ങൾ പെണ്ണുങ്ങൾ കുടിക്കുന്ന ആൾക്കാരുണ്ടോ. അപ്പോൾ അങ്ങനെ രാവിലെ മുതൽ കുടി തുടങ്ങി. 11 മണിയായപ്പോൾ പള്ളിയിൽ നിന്ന് അച്ഛൻ വിളിച്ചത്, മാമോദീസ എന്ന് പറഞ്ഞിട്ട് ആരെയും കാണാനില്ലല്ലോ. അതെ, ഇപ്പോൾ അതെ, നിങ്ങൾ ഒരു കാലം ആൾക്കാരൊക്കെ ചെന്ന് വേണം. തിരുപ്പഴത്തെ ആൾക്കാരൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല, 5 മിനിറ്റ് എടുത്ത കാര്യമില്ലേ ഉള്ളൂ. അപ്പോൾ കുടിക്കണവർ അവിടെ ഇരുന്ന് കുടിക്കുന്നു. കുറേ പേര്, കുറച്ച് പേര്, 2-3 ആൾക്കാർ വന്നു. മെഴുതിരി, തുണി, അതൊക്കെ എവിടെ? ആ മെഴുതിരി എവിടെ? മെഴുതിരി മേടിച്ചു വെച്ചിട്ട് എവിടെയാണ് കാണാൻ? ആ തുണി എവിടെയാണ്? ഇതൊക്കെ ഇതാണ് തുണി, ഇത് മെഴുതിരി എന്നൊക്കെ. ഫോട്ടോഗ്രാഫർ അദ്ദേഹം വിളിച്ചിട്ട് ഫോട്ടോ അവർക്ക് അയച്ചു കൊടുക്കണുണ്ടോ? അമേരിക്കയിൽ അയക്കണേ, ഓസ്ട്രേലിയയിൽ അയക്കണേ, ന്യൂസിലൻഡിലേക്ക് അയക്കണേ, അവർക്ക് അയക്കണേ. ശരിയാണോ അല്ലയോ? ഇതാണോ ഇത്രയും വലിയ ഈ രഹസ്യത്തിൻ്റെ വിസ്മരണീയത നമ്മൾ ആഘോഷിക്കും? ജ്ഞാനസ്നാനത്തിൻ്റെ ആ ജ്ഞാനം എവിടെ? ഈ ധ്യാനം കഴിയുമ്പോൾ നിങ്ങൾ ശരിക്ക് ആത്മീയ ശക്തി കൊണ്ട് ഉണർന്ന് നിങ്ങൾ ഒരു തീരുമാനമെടുക്കണം. നമ്മുടെ അടിസ്ഥാനപരമായ ഈ കൂദാശയുടെ ആഘോഷം അത് അർഹമായ രീതിയിൽ അതിനെക്കുറിച്ച് വിചിന്തനം ചെയ്ത്, അതിനെക്കുറിച്ച് ധ്യാനിച്ച്, അതിനെക്കുറിച്ച് അല്പമെങ്കിലും പങ്കുവെച്ച്, അത് വികലമാകാതെ അതിനെ മനോഹരമായി ആഘോഷിക്കും. എങ്കിലേ നമ്മുടെ വിശ്വാസം വളരുകയുള്ളൂ. ഇന്ന് നമുക്ക് അതിനുള്ള എല്ലാ സാധ്യതകളുണ്ട്. നമ്മുടെ കത്തോലിക്ക മതബോധന ഗ്രന്ഥത്തിൽ മാമോദീസയെ കുറിച്ച് ഏതാണ്ട് 100ഓളം ആർട്ടിക്കിളുകളുണ്ട്, 100ഓളം പാരഗ്രാഫ്. അതിൽ ഒരു 5-10 പാരഗ്രാഫ് എങ്കിലും എഴുതി പ്രിന്റ് ചെയ്ത് കടലാസിലാക്കി ആരെങ്കിലും ഒരാൾ വായിച്ചാൽ, എന്നെ മാമോദീസയ്ക്ക് ആരെങ്കിലും ക്ഷണിക്കുകയാണെങ്കിൽ, എനിക്ക് പോകാൻ സമയം കിട്ടുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പോകാം. പോകുമ്പോൾ ഞാൻ പറയും, ഞാൻ വരുന്നത് ആഘോഷിക്കാൻ മാത്രമല്ല, ഞാൻ എന്തെങ്കിലും മാമോദീസയെക്കുറിച്ച് പറയാം. നിങ്ങൾ വികാരിയച്ഛനോടൊന്ന് ചോദിക്കും. അച്ഛനോട് ചോദിച്ചു, വളരെ സന്തോഷം, വേഗം വരാം. അങ്ങനെ ഈ വന്ന ആളുകളെ കൂട്ടി നിർത്തി ഞാൻ മാമോദീസ എന്താണെന്നും അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളെ ഒന്ന് നമ്മൾ പുതുക്കി ചിന്തിക്കണം. അങ്ങനെ നമ്മൾ ആ സമൂഹം മുഴുവൻ ആ വിശ്വാസത്തിൻ്റെ ആഘോഷമാണ്. അങ്ങനെ ഞാൻ 1-2 സ്ഥലത്ത് ഒരു ചെറിയ, ഒരുപാട് സമയം എടുക്കാൻ പാടില്ല. അപ്പോൾ പിന്നെ വന്ന ആളുകളിലെല്ലാം മുഷിയും, അവർ സമയത്ത് പോകണം. 15 മിനിറ്റ് മതി. ഒരു 10-15 മിനിറ്റ് ആയെങ്കിലും മാമോദീസ എന്താണെന്നും അതിൻ്റെ അർത്ഥം എന്താണെന്നും അതെന്തിനാണെന്നും അതിലുള്ള ചിഹ്നങ്ങളുടെ എല്ലാം ഉദ്ദേശം എന്തെന്നും അതിനെ നമ്മൾ ഈ നവജാത ശിശു മാമോദീസ സ്വീകരിച്ചു കഴിയുമ്പോൾ ആരായി മാറുന്നതിലൊക്കെ അല്പം വിചിന്തനം ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ആത്മീയ നിറവും ആത്മീയ ലഹരിയും വരും. അങ്ങനെ ആ മാമോദീസയിൽ നമ്മളെല്ലാവരും പങ്കുചേരുമ്പോൾ നമ്മളുടെ ഈ മാമോദീസ നവീകരിക്കപ്പെടുന്ന അനുഭവം. മാമോദീസ നവീകരിക്കപ്പെടാം. ഈ ധ്യാനങ്ങളുടെ എല്ലാം വാസ്തവത്തിൽ അർത്ഥം മാമോദീസയുടെ നവീകരണമാണ്, നമ്മളുടെ വിശ്വാസത്തിൻ്റെ നവീകരണമാണ്. ഞാൻ ഇത്രയും പറഞ്ഞത് പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്തേ തീരും ഈ മേഖലയിൽ. ഇല്ലെങ്കിൽ നമ്മളുടെ കുടുംബങ്ങളും ഈ വലിയ ആ ആരാധന, ആ വലിയ രഹസ്യത്തിൻ്റെ അനുഭവമില്ലാതെ പോവുകയാണ്.
അപ്പോൾ ഇതാണ് വിശ്വാസം പള്ളിയിൽ മാത്രമല്ല, വിശ്വാസം പ്രബോധനത്തിൽ മാത്രമല്ല, വിശ്വാസം പ്രവർത്തനത്തിൽ കൂടി വരുന്ന ഒരു ഘട്ടമാണ് നമ്മളുടെ ഈ ആഘോഷങ്ങളെല്ലാം. വിവാഹം ഒന്ന്, എന്നാൽ അതിനേക്കാൾ എല്ലാം ഏറ്റവും അടിസ്ഥാനപരമായ ആഘോഷം മാമോദീസായുടെ ആഘോഷം. അതുപോലെ തന്നെ മാമോദീസായ്ക്കും ശൈലലേപനത്തിൻ്റെ ആഘോഷത്തിനും ആദ്യ കുർബാനയുടെ ആഘോഷങ്ങൾ ബാഹ്യമായ കുറേ സമ്മാനങ്ങളും ബാഹ്യമായ കുറേ കാര്യങ്ങളും കൂടുതലാകുമ്പോൾ അതിൻ്റെ ആഴമായ ആത്മീയത മുഴുവനും നഷ്ടപ്പെട്ടു പോകും. അത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ നട്ടലുള്ളവർ നോക്കെന്തെങ്കിലും എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇതിന് ധൈര്യമായിട്ടുള്ളത്, നിങ്ങളുടെ വീട്ടിലൊരു കല്യാണം അല്ലെങ്കിൽ മാമോദീസ നടക്കുമ്പോൾ ഒരു കള്ളുപാർട്ടി ഇല്ലാണ്ട് നടത്താൻ ധൈര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെയുള്ളവരൊന്ന് കൈപൊക്കി അതൊരു സാക്ഷ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഇതാ പറഞ്ഞ് ചങ്കൂറ്റം വേണം. അങ്ങനെയുള്ള കുറച്ച് പേരുണ്ടെങ്കിൽ അങ്ങനെ അത് നടത്തി കഴിയുമ്പോൾ മറ്റുള്ളവർ പഠിക്കും. എന്തുകൊണ്ട് നമുക്കങ്ങനെ ആയിക്കൂടാ? അങ്ങനെ അന്നത്തെ ദിവസം തല്ലും ബഹളവും ചെറിയും ബഹളവും ഇല്ലാണ്ട് സമാധാനത്തിൽ അങ്ങ് ഒന്ന് നന്ദി പറഞ്ഞ് പിരിയുകയും ആ വിശ്വാസത്തിൻ്റെ ആഘോഷം എല്ലാവർക്കും ദൈവാനുഭവം ഉണ്ടാകുന്ന ഒന്നായിട്ട് മാറ്റും. ഇതാണ് എനിക്ക് തോന്നുന്നത് നമ്മൾക്ക് വളരെയധികം നവീകരണം ആവശ്യമുള്ള ഒരു മേഖല. ഈ ആഘോഷങ്ങളിൽ നമ്മൾ ഇനി കുടിക്കണമെന്നുള്ളൊരു കുടിക്ക്, വേറെ എപ്പോഴെങ്കിലും കുടിച്ചോ. ഇതിന് ഈ മാമോദീസയുടെ അന്നും കല്യാണത്തിൻ്റെ അന്നും ശൈലലേപനത്തിൻ്റെ അന്നും ആദ്യ കുർബാനയുടെ അന്നും കുടിക്കാൻ പോണെന്തിനാ? അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും വരെ നമ്മൾ വേണമെങ്കിൽ കള്ള് പാർട്ടി വേറെ ദിവസം വെച്ചു. ഞാൻ അത് കുടിക്കുമെന്നല്ല പറയണത്. എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റെപ്പ് നമുക്ക് പാർട്ടി രണ്ടാകാം. ഈ ആഘോഷത്തിൻ്റെ അന്ന് ഈ കള്ള് പാർട്ടി ഇല്ല. അത് നമുക്ക് ആ കുടിക്കുന്ന ആളുകൾ കൂടി വേറൊരു ദിവസം ആക്കാമെന്നെങ്കിലും പറഞ്ഞൊന്ന് മാറ്റാൻ നോക്കാം. അപ്പോൾ ആഘോഷം ആത്മീയമായിട്ട് നിൽക്കും. ബാക്കിയുള്ളവർ കുടിക്കുന്നവർ, നമ്മളിപ്പോൾ കുടിക്കുന്നവരെ കുടി നിർത്താൻ എല്ലാവർക്കും സാധിക്കണമെന്നില്ല. പക്ഷെ ആ കുടി കൊണ്ട് ഈ ആഘോഷം, ഈ കുഞ്ഞും ഈ വീടും ഇതിൻ്റെ ആഘോഷം നഷ്ടപ്പെടുത്തരുത്. ഇതൊരു പ്രാക്ടിക്കലായിട്ട് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അങ്ങനെ നമ്മൾ വളരെയുള്ളൂ. ഓക്കെ. അപ്പോൾ മാമോദീസായിൽ പ്രധാനമായിട്ട് നമ്മൾ കാണേണ്ട 2-3 കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാം. ഏറ്റവും പ്രധാനമായ ഒരു കാര്യം, എന്താണ് ഈ മാമോദീസയിൽ സംഭവിക്കുന്നതെന്ന് നമ്മളെല്ലാവരും വീണ്ടും അറിയണം. ഈ നവജാത ശിശുവിനെ അതറിയണമെന്നില്ല, അതറിയാനുമുള്ള സമയമില്ല. പക്ഷേ ഈ മാമോദീസ വിശ്വാസികളായ നമ്മളുടെ വിശ്വാസത്തിൻ്റെ ആഘോഷം കൂടിയാണ്. ഇവിടെ നമ്മൾ ഇന്നലെ കണ്ടു എന്താണ് കൃപ എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി മറ്റൊരു ചോദ്യം, എന്താണ് കൂദാശ? അതിന് ഉത്തരം പറയാമല്ല അവരില്ലേ. കൂദാശ എന്നാൽ എന്താകുന്നു? കൂദാശ എന്നാൽ എല്ലാവരും കൈവീശി കാണിച്ചു. പ്രൈസ് ദി ലോർഡ്. എന്താണ് കൂദാശ? കൂദാശ എന്നാൽ എന്താ? ചെറുപ്പക്കാർ പെട്ടെന്ന് ഉത്തരം പറയായിരിക്കും. അവർ കാറ്റഗറീസൊക്കെ ഇടയ്ക്ക് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കൂദാശ എന്നാൽ എന്താകുന്നു? അതും അറിയില്ല. വരപ്രസാദം. കൂദാശയുടെ നിർവചനം എന്താണ് കൂദാശ? എത്ര കൂദാശകളുണ്ട്? എന്തെല്ലാമാണ്? മാമോദീസ, ശൈലലേപനം, കുമ്പസാരം, കുർബാന, രോഗീലേപനം, വിവാഹം, വൈദിക പട്ടം. ഈ കൂദാശ എന്താണ് കൂദാശ? ഞാനിവിടെ ഹാർട്ട് അറ്റാക്കായിട്ട് വീഴും. എന്താ ഞാൻ ഒരാൾക്കും കൂദാശ എന്താണെന്ന്
അറിയാം, പക്ഷെ അതൊന്ന് പറഞ്ഞ് ഒപ്പിക്കാൻ പറ്റുന്നില്ല, ഇല്ലേ? എന്താണ് കൂദാശ? ഞാനൊന്ന് സഹായിക്കാൻ നോക്കട്ടെ. അദൃശ്യമായ ദൈവകൃപയുടെ അദൃശ്യമായ ദൈവകൃപയുടെ ദൃശ്യമായ അടയാളമാണ് കൂദാശ. കണ്ടോ? അറിയാം, പക്ഷെ ഒരു സംശയം പറഞ്ഞാൽ തെറ്റിപ്പോവാണെങ്കിലും ഒന്നെല്ലാവരും പറഞ്ഞ് അദൃശ്യമായ ദൈവകൃപയുടെ ദൃശ്യമായ അടയാളം. അപ്പോൾ രണ്ട് കാര്യമാണ്, ഒന്ന് ദൃശ്യം, മറ്റൊന്ന് അദൃശ്യം. നമ്മൾ കൃപയെക്കുറിച്ച് പഠിച്ചു. എന്താണ് കൃപ എന്ന് പറയുന്നത്? ദൈവീകത മാനുഷികതയിൽ ലയിക്കുന്നതാണ്. അപ്പൊ ഈ കൂദാശകളെല്ലാം ഈ കൃപാവരത്തിന്റെ വ്യത്യസ്തമായ പ്രവർത്തനങ്ങളാണ്. കൃപയുടെ വ്യത്യസ്ത പ്രവർത്തനങ്ങൾ. കൃപ ഒന്ന് തന്നെയാണ്. യേശുക്രിസ്തുവിൽ നിന്നാണ് കൃപ ഉണ്ടാകുന്നത്. ആ കൃപയിൽ വ്യത്യസ്തമായ പ്രവർത്തനങ്ങളുണ്ട്. ആ വ്യത്യസ്തമായ പ്രവർത്തനങ്ങളാണ് 7 കൂദാശകൾ. ഇനി ഓരോ കൂദാശയിലും പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ മാമോദീസായിൽ തന്നെ വ്യത്യസ്ത പ്രവർത്തനങ്ങളാണ്. മാമോദീസ എന്ന കൂദാശയിൽ പ്രധാനമായും 2 പ്രവർത്തനമാണ്. ഒന്ന്, നമ്മെ നമ്മുടെ എല്ലാ പാപങ്ങളിൽ നിന്നും വിശുദ്ധീകരിക്കുന്നു. എന്തെല്ലാം പാപങ്ങളിൽ നിന്നും വിശുദ്ധീകരിക്കുന്നു? ജന്മപാപത്തിൽ നിന്നും കർമ്മപാപത്തിൽ നിന്നും വിശുദ്ധീകരിക്കുന്നു. 1263 കത്തോലിക്ക മതബോധന ഗ്രന്ഥത്തിൽ 1263 വയ്ക്കണം. മാമോദീസായിലൂടെ മാമോദീസായിലൂടെ എല്ലാ പാപങ്ങളും, ഉത്ഭവപാപവും വ്യക്തിപരമായ എല്ലാ പാപങ്ങളും ക്ഷമിക്കപ്പെടുന്നു. മാമോദീസായിലൂടെ എല്ലാ പാപങ്ങളും ക്ഷമിക്കപ്പെടുന്നു. എന്തെല്ലാം പാപങ്ങളാണ്? ഉത്ഭവപാപവും വ്യക്തിപരമായ എല്ലാ പാപങ്ങളും ക്ഷമിക്കപ്പെടുന്നു. അതുപോലെ തന്നെ പാപത്തിനുള്ള ശിക്ഷയും ഒഴിവാക്കപ്പെടുന്നു. എല്ലാവരും ഒന്ന് കരമുയർത്തി ഏറ്റു പറഞ്ഞു. അതുപോലെ തന്നെ പാപത്തിനുള്ള ശിക്ഷയും ഒഴിവാക്കപ്പെടുന്നു. വീണ്ടും ജനിച്ചവരിൽ ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം തടയുന്ന യാതൊന്നും, വീണ്ടും ജനിച്ചവരിൽ, അതായത് മാമോദീസ സ്വീകരിച്ചവരിൽ ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തെ തടയുന്ന ഒന്നും തന്നെ നിലനിൽക്കുന്നില്ല. തുടർന്ന് ആദത്തിന്റെ പാപമാകട്ടെ, വ്യക്തിപരമായ പാപമാകട്ടെ, പാപത്തിന്റെ അനന്തരഫലങ്ങളാകട്ടെ നിലനിൽക്കുകയില്ല. ദൈവത്തിൽ നിന്നുള്ള വേർപെടലാണ് പാപത്തിന്റെ ഏറ്റവും ഘോരഫലം. എന്നാൽ ഇതൊന്നും നിലനിൽക്കുന്നില്ല. ഇതെല്ലാം മാമോദീസായിലൂടെ എടുത്തു മാറ്റും. ഇത് നമ്മൾ നമ്മൾ വിശ്വാസത്തിലൂടെ ഈ രഹസ്യത്തെ നമ്മൾ ഹൃദയത്തിൽ പൂർണ്ണമായി അനുഭവിക്കുമ്പോഴാണ് നമ്മുടെ മാമോദീസ തന്നെ നമുക്ക് അനുഭവമായി മാറുന്നത്. ഞാനൊരു ഉദാഹരണം പറയാറുള്ളത് ഇങ്ങനെയാണ്. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ വന്നാൽ എന്ത് തരും? നിങ്ങൾ എന്ത് പറയും? ചായ, ചായ, കാപ്പി വേണം. കാപ്പി എന്താ പറയുക? ചായ കുടിക്കാം, ചായ ഉണ്ടാക്കാം. വീട്ടിൽ ചോദിക്കും, പഞ്ചസാര ഇട്ടേ? പഞ്ചസാര ഇട്ടോ? ഭാര്യ കേൾക്കാതെ പഞ്ചസാരയും പാലും എല്ലാം ചായ ഉണ്ടാക്കി. ഈ ചായ കുടിക്കാൻ ആരംഭിച്ചു. ചായ കുടിച്ചു തുടങ്ങുമ്പോൾ ചായക്ക് ഒട്ടും മധുരം തോന്നില്ല, ഭയങ്കര കയ്പാണ്. ഇത് നന്നായിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ ഉണ്ടാക്കി തന്ന ചായക്ക് മധുരമില്ല. ഞാൻ ചോദിച്ചു, പഞ്ചസാര ഇടുന്നല്ലോ പറഞ്ഞത്. ഞാൻ ഇട്ടല്ലോ, 3 സ്പൂൺ പഞ്ചസാര ഇട്ടു, എന്നിട്ടും മധുരമില്ല. അതെന്താ മധുരമില്ലാത്ത? 3 സ്പൂൺ
പഞ്ചസാര നിങ്ങൾ ഇട്ട് എന്നത് വാസ്തവം, സത്യമാണ്. പക്ഷെ ഞാൻ കുടിക്കുമ്പോൾ മധുരമില്ല എന്നുള്ളതും സത്യമാണ്. അപ്പൊ എന്ത് സംഭവിച്ചു? പ്രൈസ് ദി ലോർഡ്. എന്താ ഇറക്കില്ല എന്ന് പറഞ്ഞാൽ പ്രൈസ് ദി ലോർഡ് പറയുന്നത്. അപ്പോ പഞ്ചസാര ഇട്ടത് കപ്പിന്റെ അടിയിൽ ഇങ്ങനെ കിടക്കുക. ചായക്ക് മധുരമില്ല. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ തന്നെയല്ലേ? മാമോദീസ സ്വീകരിച്ചു, 3 സ്പൂൺ പഞ്ചസാര നമുക്ക് കിട്ടി. പിതാവ്, പുത്രൻ, അവരൊക്കെ അവിടെയുണ്ട്. പക്ഷെ ഒരു ഇണക്കവും ഇല്ലാണ്ടിരിക്കുകയാണ് അവരോട്. അവര് നമ്മളുമായിട്ട് ലയിക്കുന്നില്ലെങ്കിൽ നമ്മൾ മധുരമില്ലാത്തവരായി മാറും. അല്ലേ? മനസ്സിലാവണ്ടേ? നമ്മളിലുള്ള മധുരമില്ലാത്ത അവസ്ഥ ചില നേരത്ത് നമ്മൾ തന്നെ പറയാൻ വിളിക്കൂ, അവരോട് എനിക്ക് മിണ്ടാനേ ആഗ്രഹമില്ല. എന്താ? മധുരമില്ല. അപ്പൊ നമ്മളിൽ ദൈവം നൽകിയിരിക്കുന്ന കൃപയെ നമ്മളുമായിട്ട് ലയിപ്പിച്ച് ചേർക്കുക എന്നുള്ളതാണ് ഈ ധ്യാനത്തിൻ്റെയും എല്ലാത്തിൻ്റെയും അർത്ഥം. മാമോദീസായിലൂടെ നമുക്ക് കിട്ടിയിരിക്കുന്ന കൃപാവരങ്ങളെ നമ്മുടെ ആത്മാവും മനസ്സും ജീവനുമായിട്ട് ലയിക്കണം. അതിനുവേണ്ടി ഇളക്കണം, അതിനുവേണ്ടി ലയിപ്പിക്കണം. അതിൻ്റെ പ്രധാന കാര്യം ഈശോ പറഞ്ഞു കേട്ടോ. ഇപ്പൊ നമ്മൾ ഇതിന് ആദ്യത്തെ ദിവസം ബാപ്റ്റൈസ്ഡ് ഈശോ പറഞ്ഞു, നിങ്ങളെല്ലാവരെയും പോയി ഇനി മാമോദീസ നോക്കും. പിന്നെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു? ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളവ അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുക. അപ്പോ മാമോദീസ നമ്മളിൽ പൂർണ്ണ അനുഭവമാകണമെങ്കിൽ ആ മാമോദീസായിലൂടെ എന്തെല്ലാമാണ് നമ്മളിൽ സംഭവിക്കുന്നത് എന്നുള്ളത് ജീവിതത്തിന്റെ ഓരോ പ്രായത്തിലും നമ്മൾ അറിയണം. നമ്മുടെ മാമോദീസായിൽ നമ്മളുടെ അടിസ്ഥാനപരമായ എല്ലാ വരദാനങ്ങളും ഉണ്ട്. ഇതുപോലെ ഇപ്പോ ഒരു കന്യാസ്ത്രീ ആകുക, ഒരു റിലീജിയസ് ലൈഫ്, അത് മാമോദീസായിലൂടെ തന്നെ ഒരാളിൽ വരുന്നൊരു വരമാണ്. എന്നപോലെ തന്നെ വിവാഹം, അമ്മയാകുക, ഭർത്താവാകുക, ഇതെല്ലാം വലിയ ഉത്തരവാദിത്വമുള്ള കാര്യങ്ങളാണ്. അതിനുള്ള കൃപ മാമോദീസായിലൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ആ കൃപ 5 വയസ്സുള്ളപ്പോൾ ഇളകേണ്ട ആവശ്യമുണ്ടോ? മനസ്സിലായി? അപ്പോൾ വിവാഹപ്രായമാകുമ്പോഴേക്കും നമ്മളിൽ ആ വിവാഹത്തിനാവശ്യമായിട്ടുള്ള കൃപ നമ്മളിൽ പുറപ്പെടണം. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കണം. എന്ന പോലെ മാമോദീസായിലുള്ള വ്യത്യസ്ത കൃപാവരത്തിൻ്റെ വ്യത്യസ്ത പ്രവർത്തനങ്ങൾ നമ്മൾ അറിയുന്നില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം ഈ പറഞ്ഞ മധുരമില്ലാത്ത ചായ പോലെ. അഥവാ മാമോദീസ സ്വീകരിച്ച ക്രിസ്ത്യാനിയും അതല്ലാത്തവരും തമ്മിൽ എന്ത് വ്യത്യാസമില്ല. ഈ ഇടയ്ക്കെല്ലാം എന്നോട് ചിലർ ചോദിക്കാറുള്ളൊരു ചോദ്യം, ബ്രദറെ, ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളാണ്. അപ്പോൾ ആ പ്രശ്നങ്ങളെ പ്രതി പ്രാർത്ഥിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു, ഇത് പൂർവ്വശാപമാണ്. മനസ്സിലായി? അപ്പോൾ അതിന് പരിഹാരം ചെയ്യണം, അതിനത് ചെയ്യണം, ഇത് ചെയ്യണം. പൂർവ്വശാപം എന്ന് പറഞ്ഞ് വീട്ടിൽ ചെന്നപ്പോൾ ഭാര്യയോട് പറഞ്ഞു, ഇത് നിന്റെ വീട്ടുകാരുടെ പൂർവ്വശാപമായി പ്രശ്നത്തിനൊക്കെ കാരണം. അതോടെ അവിടെ പൂർവ്വ പ്രശ്നമായി. പിന്നെ എന്ത് പറഞ്ഞാലും കേട്ടോ, ഈ പ്രശ്നത്തിനൊക്കെ കാരണം നിന്റെ തന്നെ ചെയ്തതിന്റെ ഗുണമായില്ല. ഇതാണോ മാമോദീസ സ്വീകരിച്ച ഒരു വ്യക്തിയുടെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനം? എന്താ നമ്മളിവിടെ കേട്ടത്? മാമോദീസായിൽ എന്ത് സംഭവിക്കുന്നു? അതെല്ലാവരും കേട്ടൊന്നുകൂടി. എല്ലാ പാപങ്ങളും, പാപത്തിന്റെ പരിണത ഫലങ്ങളും മുറിച്ചു മാറ്റപ്പെടുന്നു. ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? 10 പേർ ഉത്തരം പറഞ്ഞു. ഇത് വിശ്വസിക്കുന്നുണ്ടോ? ഇത് വിശ്വസിക്കുമെങ്കിൽ നമ്മൾ ക്രിസ്ത്യാനിയാണ്.
ക്രിസ്തു നമ്മളിൽ രാജാവായി വാഴുന്നു. ഇനി 66 അല്ലെങ്കിൽ 65 പുതിയ സൃഷ്ടി 65. ഇവിടെ കുറച്ചും കൂടി അത് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. മാമോദീസ സ്വീകരിച്ച വ്യക്തി ഒരു പുതിയ സൃഷ്ടിയാവും. വായിച്ചു. മാമോദീസ എല്ലാ പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കുക മാത്രമല്ല, വിശ്വാസത്തിലെ നവജാതനെ ഒരു പുതിയ സൃഷ്ടിയാക്കുകയും ചെയ്യും. പുതിയ സൃഷ്ടിയാകുമ്പോൾ പിന്നെ പഴയത് വല്ലതും ഉണ്ടാവും? അതൊക്കെ അങ്ങനെയൊക്കെ അച്ഛന്മാർ പറയുമെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ അങ്ങനെ ഉണ്ടാവും. നിന്റെ വിശ്വാസം പോലെ നിനക്ക് സംഭവിക്കട്ടെ. പുതിയ സൃഷ്ടിയാവുക എന്നതിന്റെ അർത്ഥം പൗലോസ്ലീഹയുടെ ലേഖനത്തിന്റെ അടിസ്ഥാനത്തിൽ 5-ാം അധ്യായം 2 കൊറിന്ത്യൻസ് 5-ാം അധ്യായം 17-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, മാമോദീസായിലൂടെ അല്ലെങ്കിൽ യേശുക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ ഒരു പുതിയ സൃഷ്ടിയാണ്. പഴയതെല്ലാം കടന്നുപോയി. ഇപ്പൊ നിങ്ങളിവിടെ നാട്ടിൽ ഒന്ന് കൈവീശി കാണിച്ച് യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. ഇവിടെ ഒട്ടുമാവെന്ന് പറയാറുണ്ട്, ഒട്ടുമാവുന്നു അല്ലെങ്കിൽ ഗ്രാഫ്റ്റി ഇവിടെ എല്ലാവരും ചെയ്യാറാണ്. അപ്പോൾ ഒരു മാവിൻ്റെ ഒരു ശിഖരം അതിൽ നിന്ന് മുറിച്ച് ഗ്രാഫ്റ്റ് ചെയ്ത് വേറൊരു മാവിൽ ചേർത്ത് ഇനി ഈ മുറിച്ചെടുത്ത ആ കമ്പിൽ മറ്റേ ആദ്യത്തെ മാവുമായിട്ട് വല്ല ബന്ധമുണ്ടോ? ഇനി ഏതിനുമായിട്ടത് ഗ്രാഫ്റ്റ് ചെയ്തോ അതിൽ നിന്നും അതിൻ്റെ സത്ത് സ്വീകരിക്കുന്നു, അതിൽ വളരുന്നു, അതിൽ ഫലം പുറപ്പെടുവിക്കുന്നു. ഉണ്ടോ ഇല്ലയോ? എന്നപോലെ നമ്മൾ ആദത്തിന്റെ മക്കളായിരുന്ന നമ്മളെ മുറിച്ചെടുത്ത് ക്രിസ്തുവിൻ്റെ ശരീരത്തിന്റെ ഭാഗമാക്കി മാറ്റിയിരിക്കുന്നു. ആ ക്രിസ്തുവിൻ്റെ ശരീരമായ നമ്മൾ ആ ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവും പാനം ചെയ്യുന്നു. ആദത്തിന്റെ ആണോ? ക്രിസ്തുവിൻ്റെ ആത്മാവ് കൊണ്ട് നിറയുന്നു, ക്രിസ്തുവിൻ്റെ വചനം കൊണ്ട് നിറയുന്നു. നമ്മൾ മറ്റൊരു ക്രിസ്തുവായിരിക്കുന്നു. എന്തായിരിക്കുന്നു? മറ്റൊരു ക്രിസ്തു. ഈ മറ്റൊരു ക്രിസ്തുവിൽ പിന്നെ ആദത്തിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ പാരമ്പര്യത്തിലുണ്ടായിരിക്കുന്ന എന്തെങ്കിലും നിലനിൽക്കുന്നുണ്ടോ? ഇതാണ് യഥാർത്ഥത്തിൽ മാമോദീസ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനത്തിൽ 3-ാം അധ്യായം 27-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 27-ാമത്തെ വചനത്തിൽ പറയുന്നു, ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചവർ നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. All you have been baptized into Christ, have put on Christ. All you have been baptized into Christ, have put on Christ. മാമോദീസായിലൂടെ ക്രിസ്തുവുമായിട്ട് ഒന്നായിരിക്കുന്നവർ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. You are another Christ. നമ്മൾ മറ്റൊരു ക്രിസ്തുവായിരിക്കുന്നു. അപ്പോൾ വീണ്ടും ജനിക്കുന്ന ഒരു വ്യക്തിയിൽ മറ്റ് പഴയതൊന്നും നിലനിൽക്കുന്നില്ല. നമ്മൾ ഇന്നലെ ആ മനോഹരമായ മെഴുകുതിരിയുടെ കണ്ടു. ആ മെഴുകുതിരിയിലൂടെ ദൈവത്തിൻ്റെ പ്രകാശം നമ്മളിലേക്ക് പൂർണ്ണമായിട്ട് നിറഞ്ഞു കഴിയുമ്പോൾ പിന്നെ അവിടെ അന്ധകാരം നിൽക്കുന്നുണ്ടോ? എന്തെങ്കിലും അന്ധകാരത്തിൽ നിൽക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ ഈ രീതിയിൽ വിശ്വസിക്കുകയാണെങ്കിൽ എനിക്കറിയില്ല ആ വ്യക്തി ഒരു ക്രിസ്ത്യാനിയാണോ പറയും. പിന്നെ ക്രിസ്തു എന്ത് ചെയ്തു? പിന്നെ മാമോദീസായിലൂടെ എന്ത് സംഭവിച്ചു? അപ്പോൾ മാമോദീസായിലൂടെ ക്രിസ്തുവിൻ്റെ വരപ്രസാദം, ദൈവീകത നമ്മളാവുന്ന വ്യക്തിയിൽ വന്ന് നമ്മളെ മാനുഷികതയെയും നമ്മളിലുള്ള പൂർവ്വപാപത്തെയും ശാപത്തെയും എല്ലാം ക്രിസ്തു ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് പുതുജീവൻ നൽകിയിരിക്കുന്നു.
ഇത് വിശ്വസിക്കാത്തത് കൊണ്ടാണ് ക്രിസ്തു അനുഭവമില്ലാത്തത്. ആ ക്രിസ്തു അനുഭവം ഇല്ലാതെ ഇരിക്കുമ്പോൾ പല അനുഭവങ്ങൾ വേറെ ഉണ്ടാവും. നമ്മളിങ്ങനെ തെറ്റിന്റെ വഞ്ചനയിൽപ്പെട്ട് കാറ്റത്ത് ആടുന്ന വ്യക്തികളാകരുതെന്ന പൗലോസ് ഒരിക്കലും എൻ്റെ സഹോദരി പറഞ്ഞു, എൻ്റെ അമ്മ മരിച്ചിട്ട് 2 വർഷമായി. പക്ഷേ ഒരാൾ പറയണത് അമ്മയുടെ ആത്മാവ് ഇപ്പോഴും ഇവിടെ ചുറ്റിപ്പറ്റി നടക്കേണ്ടതാണ്. അതിനെന്താ പരിഹാരം? അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ കുടുങ്ങിക്കിടക്കുകയാണ് നമ്മുടെ വിശ്വാസം. ഞാൻ ആ സഹോദരിയോട് ചോദിച്ചു, നിന്റെ അമ്മ മാമോദീസ സ്വീകരിച്ച ആളാണോ? ഞാനിങ്ങനെ ചോദിക്കാൻ വേണ്ടി ചോദിക്കുന്നത്. അവർ പറയണ്ടേ, അത് പിന്നെ അമ്മ കുർബാനയ്ക്ക് എങ്ങനെയാ പോയിരുന്നോ അത് ഒട്ടും പോയിരുന്നില്ലേ? അയ്യോ, അമ്മ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോയിരുന്നു. ഈ മരിക്കണേക്ക് മുമ്പ് അയ്യോ അമ്മ ഞങ്ങളെക്കാൾ കൂടുതൽ ഭക്തിയായിരുന്നു. അപ്പൊ എന്താണ് ആ കുർബാനയിൽ എല്ലാ ദിവസവും കേൾക്കണത്? എന്റെ പാനം ചെയ്യും, എൻ്റെ ശരീരം ഭക്ഷിക്കും, എൻ്റെ രക്തം പാനം ചെയ്യും. അവർക്ക് എന്തുണ്ടാവും? അവരിവിടെ ചുറ്റിപ്പറ്റി നടക്കുന്നതാണോ അവിടെ പറയാൻ? മനസ്സിലാവുണ്ടോ? ഈ എല്ലാ ദിവസവും കുർബാന സ്വീകരിക്കുന്ന വളരെ ഭക്തിയുള്ള ഒരു സഹോദരി പറയുന്നതാണ്, അമ്മ ഇവിടെ ചുറ്റിപ്പറ്റി നടക്കാണ്. കണ്ടോ അവിടെ എന്താണ് പാടിയത്? എന്റെ ശരീരം ഭക്ഷിക്കും, എന്റെ രക്തം പാനം ചെയ്യും, മാനവരിൽ നിവസിക്കും, അവനിൽ ഞാനും നിശ്ചയമായി. അവനിൽ ഞാനും നിശ്ചയമായി. എന്നിട്ട് എന്ത് സംഭവിക്കും?